ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ 2024 ജൂലൈ സെക്ഷൽ അഡ്മിഷന് എടുത്ത സ്റ്റുഡൻസ് ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എഴുതേണ്ടത്, ഈ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യേണ്ടത്? അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം? കാരണം എക്സാംസ് ഒക്കെ ഇനി വരാറായല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. സോ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ബേസിക്കലി ഫസ്റ്റ് സെം സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ബാക്കി സെമസ്റ്ററിലുള്ള കുട്ടികൾക്കൊക്കെ അറിയാമായിരിക്കും എങ്ങനെയാണ് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന്. സോ ഫ്രഷർ ആയിട്ട് വന്ന സ്റ്റുഡൻസിന് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് പോകേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ടാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് കാണാൻ പറ്റും. അതിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3 ബാർ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സാമിനേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ അണ്ടറിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് എല്ലാം ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ വേണ്ടതാണ്. മീൻസ് എക്സാം നോട്ടിഫിക്കേഷൻ, സർക്കുലേഴ്സ്, നിങ്ങൾക്ക് വരാൻ പോകുന്ന ടൈം ടേബിൾസ്, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ റിസൾട്ടുകൾ, അങ്ങനെ നിങ്ങളുടെ കോഴ്സ് കഴിയുന്നത് വരെ നിങ്ങൾ റെഗുലർ ആയിട്ട് വന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ഞാനിവിടെ കാണിച്ചു തന്നത്. സോ ഇവിടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നീ 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഇതിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും ഓരോ ബ്ലോക്ക് വൈസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പുതിയ 4 ഇയർ ഡിഗ്രി കോഴ്സുകൾ, പിന്നെ PG കോഴ്സുകളെല്ലാം. അതിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നവംബർ 2024 ആണ്. ഈ ഒരു സമയത്ത് ഒരുപാട് കോഴ്സുകളുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. കുറച്ച് PG കോഴ്സുകളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ BA ഹോണേഴ്സ് സോഷ്യോളജിയുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല അല്ലെ. അതിനർത്ഥം എന്താണ്? അതിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഫസ്റ്റ് സെമ്മിന്റെയോ സെക്കൻഡ് സെമ്മിന്റെയോ ഒരു സെമ്മിന്റെയും ക്വസ്റ്റ്യൻസ് വരാത്തതുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റാത്തത്. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് പിറകെ ഇറങ്ങിയിട്ട് BA പൊളിറ്റിക്കൽ സയൻസ് നോക്കുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴോ അവിടെയും ഒന്നും കാണുന്നില്ല. അതിനർത്ഥം എന്താണ്? അതിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ദെൻ നമുക്ക് കുറച്ച് താഴോട്ട് വരാം. നമുക്ക് BA അഫ്സൽ ഉലുലമ നോക്കാം. ദെൻ എവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഫസ്റ്റ് സെമസ്റ്ററിന്റെയും ഓൾസോ സെക്കൻഡ് സെമസ്റ്ററിന്റെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ എപ്പോഴും ഈ ഒരു വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതാണ് എന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം വന്ന് നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യണം, എനിക്ക് എഴുതേണ്ട അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഇതാണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എഴുതി തുടങ്ങുക. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ LSC മീൻസ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ വൈസ് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലും നിങ്ങളുടെ കോർഡിനേറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടൈമിന് ആ ഒരു ഗ്രൂപ്പ് വഴിയും ഷെയർ ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റഡി സെന്ററുമായിട്ട് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം അസൈൻമെന്റ്സ് എഴുതി തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സെമ്മിന്റെയും സെക്കൻഡ് സെമ്മിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഞാൻ ഫസ്റ്റ് സെമ്മിന്റെ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ആയി കിട്ടും. കണ്ടോ, കംപ്ലീറ്റ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ സെക്കൻഡ് സെമ്മിന്റെ ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ആയി കിട്ടും. ദെൻ ഇപ്പോൾ ഈ സോഷ്യോളജിക്ക് ആണെങ്കിൽ 4 ഇയേഴ്സ് ഡിഗ്രി ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എടുത്തിട്ടുള്ള കോഴ്സ് ഏതാണോ അത് തന്നെ കറക്റ്റ് ചൂസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നിലവിൽ യൂണിവേഴ്സിറ്റിയിൽ സോഷ്യോളജി അഡ്മിഷൻ ഒക്കെ നടന്നത് ഹോണേഴ്സ് ആണ്, 4 ഇയേഴ്സ് ഡിഗ്രിയുടെ ആണ്. അപ്പോൾ ഈ താഴോട്ടൊക്കെ കിടക്കുന്നത് 3 ഇയർ ഡിഗ്രി ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഡൗൺലോഡ് ചെയ്യാൻ. BA സോഷ്യോളജിയും BA ഹോണേഴ്സ് സോഷ്യോളജി ഉണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. നിങ്ങളുടെ കോഴ്സ് ഏതാണോ അത് തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് MCOM നോക്കിയാലോ. MCOM ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയും വന്നിട്ടുണ്ട് ഫസ്റ്റ് സെമസ്റ്ററിന്റെയും ഓൾസോ സെക്കൻഡ് സെമ്മിന്റെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് സെം ഡൗൺലോഡ് ചെയ്യാണ്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് അസൈൻമെന്റ് എഴുതേണ്ടത്, മാക്സിമം സ്കോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 15 മാർക്കിനാണ്, A4 സൈസ് പേപ്പറിലാണ് എഴുതേണ്ടത്. അനലിറ്റിക്കൽ, ഓൾസോ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ പല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് അടുത്ത് വരാൻ പോകുന്ന ഡൗട്ട് ആയിരിക്കും, എങ്ങനെയാണ് ഈ ഒരു അസൈൻമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്, കറക്റ്റ് ആയിട്ട് അസൈൻമെന്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ഡൗട്ട്സ് വന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഡൗട്ട് ആയിരിക്കും എങ്ങനെയാണ് അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തവണ ഒരുപാട് മാറ്റങ്ങൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ്, ഓൾസോ അനലിറ്റിക്കൽ, ഇങ്ങനെ സെപ്പറേറ്റ് വൈസ് അസൈൻമെന്റ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഒരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ഈ ഒരു ഇൻഫോടെക്കിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ദെൻ നമ്മൾ അടുത്തൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ കോഴ്സിനും ഓരോ ബ്ലോക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു 4 ഇയർ ഡിഗ്രീസ് ഒക്കെ യൂണിവേഴ്സിറ്റി ഇത്തവണയാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. മീൻസ് ഈ ഹോണേഴ്സ് ടൈപ്പ് ഡിഗ്രി. അപ്പോൾ ഈ BA സോഷ്യോളജി ഹോണേഴ്സ് ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ അണ്ടറിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഈ ഒരു കോഴ്സ് ഇപ്പോൾ വന്നതേ ഉള്ളൂ, അതുകൊണ്ട് അതിനൊന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പോൾ സോഷ്യോളജി സ്റ്റുഡൻസിന് മുമ്പ് ഉണ്ടായിരുന്ന BA സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞു പോയ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. MCOM ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഉള്ളൂ കേട്ടോ, കുറച്ചൊന്നും വന്നിട്ടില്ല. കാരണം മോസ്റ്റ് ഓഫ് ദ കോഴ്സസ് ഇപ്പോഴാണ് യൂണിവേഴ്സിറ്റിയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്രയും കോഴ്സസ് ഒന്നും കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു. ഇപ്പോൾ MA സാൻസ്ക്രിറ്റ് നോക്കാം, അതിനണ്ടറിൽ വേറെ ക്വസ്റ്റ്യൻസ് ഇല്ല. ദെൻ നമുക്ക് BA ഹിസ്റ്ററി നോക്കാം.
കഴിഞ്ഞുപോയ ബി ഹിസ്റ്ററിയാണ് 3 ഇയേഴ്സിന്റെ. അതിൽ മെയ് 2024 നടന്ന ക്വസ്റ്റ്യൻ, 2024 അല്ല, അതെ, ജനുവരി 2023 അഡ്മിഷൻ സ്റ്റുഡൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇത്, കണ്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം എക്സാമിന് പോകും മുമ്പ്. അത് എക്സാമിന് മാർക്സ് കൂടാനും എങ്ങനെയാണ് എക്സാം പാറ്റേൺസ് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസൈൻമെന്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻസ് മറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ മിസ് ആവാതെ ലഭിക്കാനായിട്ട് നമ്മുടെ പ്രോഗ്രാം വിസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേന നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സ് എടുത്തിട്ടുള്ള സ്റ്റുഡന്റ് ആണെന്ന് കൂടെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.